കലയുടെ ഉത്സവം കൊടിയിറങ്ങി. 4 നാൾ നീണ്ടുനിന്ന കൊടുങ്ങല്ലൂർ ഉപജില്ലാ കലോത്സവം സമാപിച്ചു. 4 നാൾ നീണ്ടുനിന്ന കൊടുങ്ങല്ലൂർ കലോത്സവത്തിൽ ആതിഥേയരായ മതിലകം സെന്റ് ജോസഫ് ഹയർ സെക്കൻഡറി സ്കൂൾ 977 പോയിന്റുമായി ഓവറോൾ ചാമ്പ്യന്മാരായി. 549 പോയിന്റുള്ള എറിയാട് GKVHSSനാണ് രണ്ടാം സ്ഥാനം. 545 പോയിന്റ് നേടി കൊടുങ്ങല്ലൂർ GHSS മൂന്നാം സ്ഥാനം കരസ്ഥമാക്കി. സമാപന സമ്മേളനം VR സുനിൽകുമാർ MLA ഉദ്ഘാടനം ചെയ്തു. മതിലകം പഞ്ചായത്ത് പ്രസിഡന്റ് സീനത്ത് ബഷീർ അധ്യക്ഷത വഹിച്ചു. ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ മൊയ്തീൻകുട്ടി സമ്മാനദാനം നിർവഹിച്ചു. മതിലകം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് CK ഗിരിജ, ജില്ലാ പഞ്ചായത്ത് അംഗം KS ജയ, ശ്രീനാരായണപുരം പഞ്ചായത്ത് പ്രസിഡന്റ് MS മോഹനൻ, ജനറൽ കൺവീനർ VK മുജീബ് റഹ്മാൻ മാസ്റ്റർ, PC സിംല, OS ഷൈൻ, ഫാദർ ഷൈജൻ കളത്തിൽ, സഗീർ ബാബു മാസ്റ്റർ, ഷിഹാബുദ്ദീൻ മാസ്റ്റർ തുടങ്ങിയവർ പങ്കെടുത്തു. കലോത്സവ ദിനങ്ങളിൽ ഭക്ഷണശാലയിൽ പാചകത്തിന് നേതൃത്വം നൽകിയ ഗോപാൽജിയെ ചടങ്ങിൽ ആദരിച്ചു. സമൂഹത്തിന്റെ സമുന്നയങ്ങളെ എല്ലാം ചേർത്ത് പിടിക്കുക, ഒരു മതേതരത്തെ കൂട്ടായ്മകൾ നമ്മൾക്കിടയിലേക്ക് സൃഷ്ടിക്കപ്പെടാൻ, അറിവിനോടൊപ്പം വിജ്ഞാനവും അറിവിനോടൊപ്പം കലാപരവും കായികപരവുമായിട്ടുള്ള ഉന്നതിയിലേക്ക് നമ്മുടെ കൊച്ചുമക്കളെ ഉയർത്തിക്കൊണ്ടുവരുന്നതിന് അവരുടെ വളർച്ചയിൽ നമ്മൾ പങ്കാളികളാവുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് ഇതൊരു മത്സരമായിട്ട് ആരും തന്നെ എടുക്കരുത്. നമ്മുടെ കൊച്ചുമക്കളിലേക്ക് സ്വാർത്ഥപരമായിട്ടുള്ള ചിന്തകൾ കടത്തിവിടാൻ അധ്യാപകരും രക്ഷിതാക്കളും ശ്രമിക്കരുത് എന്നുള്ളതൊക്കെ. അസൂയ നമ്മുടെ മക്കളിലേക്ക് കടത്തി വരുവാനുള്ള ശ്രമങ്ങൾ ഒരർത്ഥത്തിലും നമ്മുടെ ഇടയിൽ നിന്ന് വളർന്നു വരാൻ ഇടയാക്കി. അതെല്ലാം അവരുടെ സങ്കുചിത മനോഭാവങ്ങൾ നമ്മുടെ കുട്ടികളിലേക്ക് വളർന്നു വരുന്നു. പരസ്പര മാത്സര്യങ്ങളെല്ലാം തന്നെ നമ്മുടെ കുട്ടികളിൽ അസൂയയും സൗഹൃദങ്ങളും ഇല്ലാതാക്കുന്നതിന്, അതോടൊപ്പം തന്നെ സാഹോദര്യവും നമുക്കിടയിൽ നിന്ന് അന്യമാകും എന്നുള്ള കാര്യം യാതൊരു സംശയവും വേണ്ട. എന്നും ഈ കൊച്ചുമക്കൾ വളർന്നു വരുമ്പോൾ ഉണ്ടാകുന്ന എല്ലാവരോടും മത്സരിക്കുക എന്നുള്ള ചിന്തകളും, പുറകിൽ പോകുമ്പോൾ ഉണ്ടാകുന്ന മാനസികാവസ്ഥയിൽ സമ്മർദ്ദങ്ങൾ, കുട്ടികൾക്കുണ്ടാകുന്ന നാളുകളിൽ വരാൻ പോകുന്ന വിപത്ത് ചെറുതല്ല എന്ന കൃത്യമായിട്ടുള്ള ധാരണ അധ്യാപകരുണ്ടാവണം. കൃത്യമായിട്ടുള്ള ധാരണ ഞാൻ ഉൾപ്പെടെയുള്ള രക്ഷിതാക്കൾക്ക് ഉണ്ടാകേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് ഇതൊരു മാത്സര്യത്തോടു കൂടി കാണേണ്ടതായിട്ടുള്ള ഒന്നല്ല. അവർക്ക് പ്രകടിപ്പിക്കാനുള്ള അവരുടെ കഴിവുകളെ അതിനുള്ളൊരു വേദിയായിട്ട് മാത്രമേ നമുക്ക് ഇതിനെ കാണേണ്ടതായിട്ടുള്ളൂ.